കേരള PSC കഴിഞ്ഞ ശനിയാഴ്ച 14/6/2025 നടത്തിയ KAS ഓഫീസർ പരീക്ഷയുടെ പ്രൊവിഷണൽ ആൻസർ കീ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് 64/2025. നമുക്ക് പെട്ടെന്ന് തന്നെ ഉത്തരങ്ങളൊന്ന് പരിശോധിക്കാം. ആദ്യത്തെ ചോദ്യം, രുദ്രാദമനെക്കുറിച്ചുള്ള ഇനി പറയുന്നവയിൽ ഏതാണ് ശരി? ഓപ്ഷൻ ഡി, മുകളിൽ പറഞ്ഞവയെല്ലാം 1, 2, 3, 4. ജുനഗഡ് ലിഖിത എന്ന് അദ്ദേഹം അറിയപ്പെടുന്നു. സുദർശന തടാകം എന്ന ജലസംഭരണിയുടെ പുനരുദ്ധാരണം അദ്ദേഹം ഏറ്റെടുത്തു. ശതകർണി ഭരണാധികാരി ഗൗതമിപുത്രനെ അദ്ദേഹം പരാജയപ്പെടുത്തി. ഗൗതമിപുത്രൻ്റെ മകനായ വസിഷ്ഠിപുത്ര പുലുമവിക്ക് അദ്ദേഹം തൻ്റെ മകളെ വിവാഹം ചെയ്ത് കൊടുത്തു. ഇനി പറയുന്നവയിൽ ഏതാണ് ശരിയായി പൊരുത്തപ്പെടാത്തത്? വിക്രമാംക് ദേവചരിത ബിൽഹൻ, മട്ടവിലാസ മഹേന്ദ്ര വിക്രമവർമ്മൻ, സ്വപ്നവാസവദത്ത ബാന, ദേവി ചന്ദ്രഗുപ്ത, വിശാഖദത്ത. ഓപ്ഷൻ ബി 3 മാത്രം. താഴെ പറയുന്നവയിൽ ഏത് പുരാതന ഗ്രന്ഥത്തിലാണ് ചന്ദ്രഗുപ്ത മൗര്യനെ താഴ്ന്ന സാമൂഹിക ഉദ്ഭവമുള്ളതായി പരാമർശിക്കുന്നത്? ഓപ്ഷൻ സി, മുദ്ര രാക്ഷസം. പുരാതന സാഹിത്യത്തെക്കുറിച്ച് ഇനി പറയുന്നവയിൽ ഏതാണ് ശരിയല്ലാത്തത്? സൂത്രങ്ങളും ശാസ്ത്രങ്ങളും ഒരുമിച്ച് സ്മൃതി എന്നറിയപ്പെടുന്നു. മാനവധർമ്മശാസ്ത്രം മനുവിൻ്റെ നിയമഗ്രന്ഥമെന്നും അറിയപ്പെടുന്നു. യാജ്ഞവൽക്യൻ്റെ നിയമപുസ്തകത്തിൻ്റെ വ്യാഖ്യാനമാണ് മിതാക്ഷരം. ധർമ്മസൂത്രങ്ങളിൽ ഗാർഹിക മതപരമായ ചടങ്ങുകളെക്കുറിച്ചാണ് പ്രതിപാദിക്കുന്നത്. ഓപ്ഷൻ ഡി ആണ് ശരിയല്ലാത്തത്. മുഗൾ ജാഗിർദാരി സമ്പ്രദായത്തെക്കുറിച്ച് ഇനി പറയുന്നവയിൽ ഏതാണ് അല്ലെങ്കിൽ ഏതെല്ലാമാണ് ശരിയല്ലാത്തത്? എല്ലാ മൻസബ്ദാർമാരും ജാഗിർദാർമാരായിരുന്നു. ഔദ്യോഗികമായി തുല്യമായ വരുമാനം ലഭിക്കുമെന്ന് കണക്കാക്കിയ ഒരു ജാഗിറിനെ മൻസബ്ദാർ നിയമിച്ചു. ജാഗിറിൻ്റെ ഒരു ചെറിയ ഭാഗം ബലൂച്ച്, ഗക്കർ മേധാവികൾക്കും നൽകി. ഏതാനും വർഷത്തെ റവന്യൂ പിരിവ് അവകാശങ്ങൾക്ക് ശേഷം ഒരു ജാഗിർദാർക്ക് തൻ്റെ നിയമനത്തിൽ പാരമ്പര്യാവകാശങ്ങൾ ലഭിച്ചു. ഓപ്ഷൻ ഡി 4 മാത്രമാണ് ശരിയല്ലാത്തത്. ഇനി പറയുന്നവയിൽ ഏതാണ് അല്ലെങ്കിൽ ഏതെല്ലാമാണ് ശരിയായി പൊരുത്തപ്പെടാത്തത്? ബാലഗംഗാധര തിലക്, ടെനറ്റ്സ് ഓഫ് ദ ന്യൂ പാർട്ടി, ലാല ഹർകിഷൻ ലാൽ ട്രിബ്യൂണൽ, ലാല ലജ്പത് റായ്, ഭാരത് മാത, സിറാജുദ്ദീൻ അഹമ്മദ്, അഞ്ജുമാൻ ഇ മൊഹിബാൻ ഇ വതൻ. ഓപ്ഷൻ സി 3, 4 മാത്രമാണ് ശരിയായി പൊരുത്തപ്പെടാത്തത്. ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിലെ ഇനി പറയുന്ന സംഭവങ്ങൾ പരിഗണിക്കുക. ഈ സംഭവങ്ങളുടെ ശരിയായ കാലക്രമം എന്താണ്? ഓപ്ഷൻ സി 3, 4, 1, 2. ക്രിപ്സ് മിഷൻ, ഷിംല സമ്മേളനം, RIN ലഹള, ക്യാബിനറ്റ് മിഷൻ. താഴെ പറയുന്ന പ്രസ്താവനകൾ പരിഗണിക്കുക. മുകളിൽ പറഞ്ഞ പ്രസ്താവനകളുമായി ബന്ധപ്പെട്ട് ഇനി പറയുന്നവയിൽ ഏതാണ് ശരി? ഓപ്ഷൻ എ, പ്രസ്താവന 1 പ്രസ്താവന 2 ശരിയാണ്. പ്രസ്താവന 2 പ്രസ്താവന 1 വിശദീകരിക്കുന്നു. പ്രസ്താവന 1917 ബീഹാറിൽ നടന്ന ചമ്പാരൻ സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകാൻ രാജ്കുമാർ ശുക്ല മഹാത്മാഗാന്ധിയെ ക്ഷണിച്ചു. പ്രസ്താവന 2, ചമ്പാരനിലെ കർഷകർ ടിൻകത്തിയ സമ്പ്രദായത്തിന് കീഴിൽ ഇൻഡിഗോ വളർത്താൻ നിർബന്ധിതരായി. താഴെ പറയുന്ന കാര്യങ്ങൾ പരിഗണിക്കുക. മേൽപ്പറഞ്ഞവരിൽ ആരൊക്കെയായിരുന്നു ഗോത്ര നേതാക്കൾ? ഓപ്ഷൻ ബി 1, 5. സിഡോ ബിർസ. രണ്ടാം പഞ്ചവത്സര പദ്ധതിയെക്കുറിച്ച് ഇനി പറയുന്നവയിൽ ഏതാണ് ശരിയല്ലാത്തത്? സാമ്പത്തിക വികസനത്തിനായുള്ള ബോംബെ പദ്ധതി നിർദ്ദേശിക്കപ്പെട്ടു. ഇത് മഹലനോബിസ് മാതൃകയെ അടിസ്ഥാനമാക്കിയുള്ളതായിരുന്നു. ജലവൈദ്യുത പദ്ധതികൾ സ്ഥാപിച്ചു. റൂർക്കേല, ഭിലായ്, ദുർഗാപൂർ സ്റ്റീൽ പ്ലാന്റുകൾ സ്ഥാപിച്ചു. സാമ്പത്തിക സ്വയം പര്യാപ്തതയ്ക്കായുള്ള ഗാഡ്ഗിൽ യോജന ആരംഭിച്ചു. ഓപ്ഷൻ എ 1, 4 മാത്രമാണ് ശരിയല്ലാത്തത്. 1956 നവംബർ 1 കേരള സംസ്ഥാന രൂപീകരണത്തിന് നേരിട്ട് കാരണമായ സംഭവം ഏതാണ്? ഓപ്ഷൻ ബി 1956 സംസ്ഥാന പുനഃസംഘടന ആക്ട്. കേരളത്തിൽ ആദ്യ EMS മന്ത്രിസഭ അവതരിപ്പിച്ച വിദ്യാഭ്യാസ ബിൽ കാര്യമായ വിവാദങ്ങൾക്ക് കാരണമായി. അതിൻ്റെ പ്രാഥമിക ലക്ഷ്യം എന്തായിരുന്നു?
ഓപ്ഷൻ ഡി സ്വകാര്യ എയ്ഡഡ് സ്കൂളുകളുടെ മേൽ സർക്കാർ നിയന്ത്രണം. സാധുജന പരിപാലന സംഘം സ്ഥാപിച്ച സാമൂഹിക പരിഷ്കർത്താവ് ആരാണ്? ഓപ്ഷൻ ബി അയ്യങ്കാളി. 1936 ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിച്ചത് ഏത് തിരുവിതാംകൂറിലെ മഹാരാജാവാണ്? ഓപ്ഷൻ എ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മ. 1795 ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയും തിരുവിതാംകൂറും തമ്മിൽ ഒപ്പുവെച്ച ഏത് ഉടമ്പടിയാണ് തിരുവിതാംകൂറിൻ്റെ സാമ്പത്തിക സ്വയംഭരണത്തെ സാരമായി ബാധിച്ചത്? ഓപ്ഷൻ സി മാവേലിക്കര ഉടമ്പടി. നിവർത്തന പ്രക്ഷോഭത്തിൻ്റെ പ്രാഥമിക ലക്ഷ്യം എന്തായിരുന്നു? ഓപ്ഷൻ ബി നിയമനിർമ്മാണ സഭയിലെ പ്രാതിനിധ്യം. കേരളത്തിൽ മതാന്തര സംവാദവും സാമൂഹിക പരിഷ്കരണവും പ്രോത്സാഹിപ്പിച്ച ഒരു സുപ്രധാന സംഭവമായ 1924 ആലുവ മതസമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചത് ആരാണ്? ഓപ്ഷൻ എ ശ്രീനാരായണ ഗുരു. 1908 മദ്രാസ് എസ്റ്റേറ്റ്സ് ലാൻഡ് ആക്ടിലെ ഏത് പ്രത്യേക വകുപ്പാണ് അതിൻ്റെ മൊത്തത്തിലുള്ള ഉദ്ദേശം ഉണ്ടായിരുന്നിട്ടും മലബാർ മേഖലയിലെ ചില കുടിയാൻ ഗ്രൂപ്പുകളുടെ നിലവിലുള്ള ദുർബലതകളെ അബദ്ധവശാൽ വഷളാക്കിയത്? ഓപ്ഷൻ ബി സ്വകാര്യ ഭൂമിയുടെ നിർവചനത്തെയും പതിവ് കുടിക്കിടപ്പുകൾക്ക് അതിൻ്റെ പ്രത്യാഘാതങ്ങളെയും കുറിച്ചുള്ള വകുപ്പ്. ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ വരവിന് മുമ്പുള്ള ഏത് പ്രത്യേക വ്യാപാര കരാറാണ് അറബിക്കടലിലെ സമുദ്രശക്തിയുടെ സന്തുലിതാവസ്ഥയെ ഗണ്യമായി മാറ്റി അതുവഴി മലബാറിൻ്റെ തീരദേശ വ്യാപാരത്തിന് പിൽക്കാല ദുർബലതയ്ക്ക് പരോക്ഷമായി സംഭാവന നൽകിയത്? ഓപ്ഷൻ സി പോർച്ചുഗീസ് കാലിക്കറ്റ് വ്യാപാര കരാർ 1513. കേരളത്തിലെ തൊട്ടുകൂടായ്മയുടെ വിഷയം മഹാത്മാഗാന്ധിയുടെ നേരിട്ടുള്ള ശ്രദ്ധയിൽപ്പെടുത്താൻ ടി.കെ. മാധവന് കഴിഞ്ഞത് ഏത് പ്രത്യേക പരിപാടിയിലൂടെയോ യോഗത്തിലൂടെയോ ആണ്? ഓപ്ഷൻ ഡി 1923 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ കാക്കിനട സമ്മേളനം. 1970 പെൻറ്റഗൺ ഇൻ്റർനാഷണൽ സിസ്റ്റത്തിൽ ഉൾപ്പെട്ടിരുന്നോ? ഓപ്ഷൻ സി USA, USSR, ചൈന, ജപ്പാൻ, പടിഞ്ഞാറൻ യൂറോപ്പ്. താഴെ പറയുന്നവയിൽ ഏതാണ് യൂറോപ്പിൻ്റെ ഭൂപടം പുനർനിർമ്മിക്കാത്തത്? ഓപ്ഷൻ ഡി ലോകാർണോ ഉടമ്പടി. ചേരുംപടി ചേർക്കുക. ഓപ്ഷൻ ബി 1C 2A 3B 4D. ഗൈഡഡ് ഡെമോക്രസി, സുകാർണോ, പുരോഗമന പ്രസ്ഥാനം, USA, അപകോളനീകരണം, ബുഖാരിൻ, ഹക്ക് കലാപം, ഫിലിപ്പീൻസ്. ആഫ്രിക്കൻ ഐക്യ സംഘടനയുടെ ഉദ്ദേശം? ഓപ്ഷൻ ഡി മുകളിൽ പറഞ്ഞവയെല്ലാം. ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിൽ നിന്ന് കൊളോണിയലിസത്തെ തുടച്ചു നീക്കുക, ആഫ്രിക്കൻ രാജ്യങ്ങൾക്കിടയിലുള്ള അതിർത്തി തർക്കങ്ങൾ പരിഹരിക്കുക, ആഫ്രിക്കൻ ജനതയ്ക്കിടയിൽ സാമ്പത്തികവും സാമൂഹികവുമായ സഹകരണം പ്രോത്സാഹിപ്പിക്കുക. ദേശീയത സങ്കല്പിക്കുന്നതിൽ അച്ചടി മാധ്യമങ്ങളുടെ പങ്ക് ആരാണ് വിശകലനം ചെയ്തത്? ഓപ്ഷൻ ബി ബെനഡിക്റ്റ് ആൻഡേഴ്സൺ. യോം കിപ്പൂർ യുദ്ധം നടത്തിയത്? ഓപ്ഷൻ എ ഇസ്രായേലിൽ നിന്ന് നഷ്ടപ്പെട്ട പ്രദേശങ്ങൾ തിരിച്ചു പിടിക്കാനാണ്. ഏത് പ്രസ്താവനയാണ് ശരിയല്ലാത്തതെന്ന് കണ്ടെത്തുക. ഭാവിയിലെ ഏറ്റുമുട്ടൽ ഒഴിവാക്കാൻ USA-യും USSR-ഉം തമ്മിൽ നേരിട്ടുള്ള ആശയവിനിമയ ലൈൻ സ്ഥാപിച്ചതോടെ ക്യൂബൻ മിസൈൽ പ്രതിസന്ധി അവസാനിച്ചു. 19-ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തിൽ സിയാം ഒരു ഫ്രഞ്ച് കോളനിയായിരുന്നു. ഓസ്ട്രോ ഹംഗേറിയൻ ഓട്ടോമൻ സാമ്രാജ്യങ്ങളുടെ തകർച്ചയുടെ പശ്ചാത്തലത്തിൽ ഉടലെടുത്ത ബാൽക്കൻ ദേശീയത ജപ്പാനിൽ വ്യവസായവൽക്കരണത്തിൻ്റെയും പാശ്ചാത്യവൽക്കരണത്തിൻ്റെയും തുടക്കം കുറിച്ചത് മെയ്ജി പുനഃസ്ഥാപനമാണ്. ഓപ്ഷൻ ബി ശരിയല്ലാത്ത പ്രസ്താവന. ഓപ്ഷൻ ബി. മുതലാളിത്തത്തെക്കുറിച്ചുള്ള പഠനവുമായി ബന്ധപ്പെട്ട പേര് ആരുടേതാണ്? ഓപ്ഷൻ ബി മൗറീസ് ഡോബ്. താഴെ പറയുന്ന കാര്യങ്ങൾക്ക് ശരിയായ കാലക്രമം തിരഞ്ഞെടുക്കുക. ഓപ്ഷൻ സി 2, 1, 4, 3.
യൂറോപ്പിൻ്റെ സംഗീത കച്ചേരി, മൺട്രോ സിദ്ധാന്തം, യങ് ഇറ്റലി, സോൾവെറിൻ. ചേരുംപടി ചേർക്കുക. ഓപ്ഷൻ എ 1B 2A 3D 4C. അലക്സാണ്ടർ ഗെർഷൻ ക്രോൺ, സാമ്പത്തിക പിന്നോക്കാവസ്ഥയുടെ വിശകലനം. ഇമ്മാനുവൽ വാലർസ്റ്റീൻ, കാമ്പ് പ്രാന്തപ്രദേശം, അർദ്ധ പ്രാന്തപ്രദേശ അവസ്ഥകൾ. എറിക് ഹോബ്സ്ബോം, യഥാർത്ഥ സോഷ്യലിസം. ഫെർണാണ്ട് ബ്രാഡൽ, ഹിസ്റ്ററി അറ്റ് എ ഡിസ്റ്റൻസ്. താഴെ കൊടുത്തിരിക്കുന്ന എഡിറ്റർമാരുടെ ക്രമത്തിൽ ഇനി പറയുന്ന ജേണലുകളുടെ ശരിയായ ക്രമീകരണം കണ്ടെത്തുക. PS വാര്യർ, മൂർക്കോത്ത് ശ്രീനിവാസൻ, കുമാരനാശാൻ, മക്തി തങ്ങൾ. ഓപ്ഷൻ സി 1 ധന്വന്തരി, 2 വജ്രസൂചി, 3 വിവേകോദയം, 4 പരോപകാരി. സോപാന സംഗീതത്തിൽ ഉപയോഗിക്കുന്ന സംഗീത ഉപകരണത്തിൻ്റെ പേര് നൽകുക. ഓപ്ഷൻ ഡി ഇടയ്ക്ക. കോയിമ്പിടരൻ, കോയിമ്പിട നായർ ഏത് ആചാരപരമായ കലാരൂപത്തിൻ്റെ കഥാപാത്രമാണ്? ഓപ്ഷൻ ബി മുടിയാട്ട്. ഇനി പറയുന്നവയിൽ ഏതാണ് ആയുർവേദ ഗ്രന്ഥമല്ലാത്തത്? മുകുന്ദമാല, മാതംഗലീല, ആലത്തൂർ മണിപ്രവാളം, യോഗാമൃതം. ഓപ്ഷൻ എ മുകുന്ദമാല. ചെങ്ങന്നൂരാത്തി എന്ന വീരകഥാപാത്രം കേരളത്തിലെ ഏത് ആഖ്യാന പാരമ്പര്യത്തിൽ പെട്ടതാണ്? ഓപ്ഷൻ സി ഇടനാടൻ പാട്ട്. ഇനി പറയുന്ന നോവലുകളുടെ ശരിയായ കാലക്രമം കണ്ടെത്തുക. ഓപ്ഷൻ എ ഒരു വഴിയും കുറേ നിഴലുകളും, അഗ്നിസാക്ഷി, അലഹയുടെ പെൺമക്കൾ, ആരാച്ചാർ. ദക്ഷിണ ദ്രാവിഡ ശാഖയുടെ 4 ഭാഷകൾ ഇവയാണ്. ഓപ്ഷൻ ഡി 2ഉം 3ഉം ശരിയാണ്. തമിഴ്, കന്നഡ, തുളു, മലയാളം. തമിഴ്, കന്നഡ, തോട, മലയാളം. വയനാട്ടിലെ എടക്കൽ ഗുഹകളും അതിൻ്റെ ശിലാകലകളും ആരാണ് കണ്ടെത്തിയത്? ഓപ്ഷൻ സി ഫോസേറ്റ്. കേരളത്തിലെ ഭരതേശ്വര ക്ഷേത്രം ഏതാണ്? ഓപ്ഷൻ ബി ഇരിങ്ങാലക്കുട. കാർഷിക രീതികളുമായി അല്ലെങ്കിൽ ജോലികളുമായി ബന്ധപ്പെട്ട് അടിയ സമൂഹത്തിൻ്റെ സംഗീത നൃത്ത പ്രകടനം താഴെ പറയുന്നവയിൽ ഏതാണ്? ഓപ്ഷൻ എ കമ്പള നൃത്തം. 1947 ഡിസംബർ 31 കണക്കനുസരിച്ച് ഇന്ത്യൻ ഭരണഘടനാ അസംബ്ലിയിൽ ഏറ്റവും കൂടുതൽ പ്രാതിനിധ്യം നേടിയ പ്രവിശ്യ ഏതാണ്? ഓപ്ഷൻ എ മദ്രാസ്. താഴെ പറയുന്നവയിൽ ഏതാണ് ഇന്ത്യൻ ഭരണഘടനയുടെ കൺകറന്റ് ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്? ഓപ്ഷൻ ഡി സാമ്പത്തിക സാമൂഹിക ആസൂത്രണം. ഇന്ത്യൻ പ്രസിഡന്റിൻ്റെ അധികാരവുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന തിരിച്ചറിയുക. മന്ത്രിമാരെ നിയമിക്കാനുള്ള അധികാരം, കോർട്ട് മാർഷൽ കേസുകൾ മാപ്പ് നൽകാനുള്ള അധികാരം, താഴെയുള്ള ഉദ്യോഗസ്ഥരെ നിയമിക്കാനുള്ള സമ്പൂർണ്ണ അധികാരം, പാർലമെൻറ്റ് വിളിച്ചുകൂട്ടാനുള്ള അധികാരം. ഓപ്ഷൻ സി ആണ് തെറ്റായ പ്രസ്താവന. താഴെ പറയുന്നവരിൽ ആർക്കാണ് ഇന്ത്യയിലെ എല്ലാ കോടതികളിലും കേൾക്കാനുള്ള അവകാശം ഉള്ളത്? ഓപ്ഷൻ ബി ഇന്ത്യയുടെ അറ്റോർണി ജനറൽ. താഴെ കൊടുത്തിരിക്കുന്ന പട്ടികയിൽ നിന്ന് ശരിയായ പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകൾ തിരിച്ചറിയുക. ഓപ്ഷൻ ബി 1, 3. ആർട്ടിക്കിൾ 358 പ്രഖ്യാപനത്തോടെ ആർട്ടിക്കിൾ 19 സ്വയമേവ താൽക്കാലികമായി നിർത്തിവെക്കപ്പെടും. അടിയന്തരാവസ്ഥ പ്രഖ്യാപനത്തിൻ്റെ ഭരണഘടനാ സാധുത കോടതിയിൽ ചോദ്യം ചെയ്യപ്പെടാം. ഇന്ത്യൻ ഭരണഘടന പ്രകാരം പഞ്ചായത്ത് രാജ് സ്ഥാപനങ്ങളുടെ ഇൻ്റർമീഡിയറ്റ് ലെവലുകൾ രൂപീകരിക്കുന്നതിന് നിർബന്ധിത ജനസംഖ്യാ പരിധി എന്താണ്? ഓപ്ഷൻ സി 20 ലക്ഷത്തിന് മുകളിൽ. രാജ്യസഭയിലെ സഭാ നേതാവ് ആരാണ്? ഓപ്ഷൻ ബി പ്രധാനമന്ത്രി നാമനിർദ്ദേശം ചെയ്യുന്ന രാജ്യസഭാംഗമായ പ്രധാനമന്ത്രിയോ മന്ത്രിയോ. ഇന്റർ സ്റ്റേറ്റ് കൗൺസിലിനെ നിയമിക്കുന്നത്? ഓപ്ഷൻ എ ഇന്ത്യൻ പ്രസിഡന്റ്. പഞ്ചായത്തി രാജ് സ്ഥാപനങ്ങളിൽ ഇ ഗവേണൻസ് ശക്തിപ്പെടുത്തുന്നതിനായി പഞ്ചായത്തി രാജ് മന്ത്രാലയം ഒരു
ഉപയോക്തൃ സൗഹൃദ വെബ് അധിഷ്ഠിത പോർട്ടൽ ആരംഭിച്ചു? ഡാഷ് ഉപയോക്തൃ സൗഹൃദ വെബ് അധിഷ്ഠിത പോർട്ടൽ ആരംഭിച്ചു. ഓപ്ഷൻ ഡി ഇ ഗ്രാമസ്വരാജ്. 2005 RTI ആക്ടിലെ സെക്ഷൻ 71 സെക്ഷൻ 7(1) പ്രകാരം ആവശ്യപ്പെടുന്ന വിവരങ്ങൾ ഒരു വ്യക്തിയുടെ ജീവനെയോ സ്വാതന്ത്ര്യത്തെയോ സംബന്ധിക്കുന്നതാണ്. അത് ഡാഷിനുള്ളിൽ നൽകണം. ഓപ്ഷൻ ഡി 48 മണിക്കൂർ. നൽകിയിരിക്കുന്ന 4 പ്രസ്താവനകൾ പരിഗണിച്ച് കൊടുത്തിരിക്കുന്ന ഓപ്ഷനുകളിൽ നിന്ന് ശരിയായ ഉത്തരം തിരഞ്ഞെടുക്കുക. മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിൽ ഗ്യാരണ്ടി പദ്ധതി പ്രകാരം ഓപ്ഷൻ സി 1ഉം 3ഉം മാത്രം. എല്ലാ പ്രവൃത്തികളുടെയും ചെലവുകളുടെയും സോഷ്യൽ ഓഡിറ്റിന് ഗ്രാമസഭയ്ക്ക് അവകാശം നൽകുന്നു. MGNREGA ഗുണഭോക്താക്കളുടെ നൈപുണ്യ അടിത്തറ ഉയർത്താൻ ഉദ്ദേശിക്കുന്ന ഒരു നൈപുണ്യ പദ്ധതിയായ ഉന്നതി പദ്ധതി. ലിസ്റ്റ് 1, ലിസ്റ്റ് 2 എന്നിവയുമായി യോജിപ്പിച്ച് നൽകിയിരിക്കുന്ന ഓപ്ഷനുകളിൽ നിന്ന് ശരിയായ ഉത്തരം തിരഞ്ഞെടുക്കുക. ലിസ്റ്റ് 1 കേന്ദ്ര സർക്കാരിൻ്റെ ഗവേണൻസ് സംരംഭങ്ങൾ. ലിസ്റ്റ് 2 ആരംഭിച്ച വർഷം. ഓപ്ഷൻ ബി A1, B4, C3, D2. ഇബിസ് 2013, മേഘ്രാജ് 2014, ദീക്ഷ 2017, മേരി പെഹ്ചാൻ 2022. താഴെ പറയുന്നവയിൽ ഏത് കൺവെൻഷനിലാണ് ഇന്ത്യ ഒപ്പുവെച്ചിരിക്കുന്നത് അല്ലെങ്കിൽ കക്ഷി ചേർന്നിരിക്കുന്നത്? ഓപ്ഷൻ സി കടൽ നിയമത്തെക്കുറിച്ചുള്ള UN കൺവെൻഷൻ 1982. താഴെ പറയുന്നവ കാലക്രമത്തിൽ ക്രമീകരിക്കുക. ഇന്ത്യ 2021, 2024 ആതിഥേയത്വം വഹിക്കുന്ന ഉച്ചകോടികൾ യോഗം. ഓപ്ഷൻ എ 2, 3, 4, 1 ബ്രിക്സ് ഉച്ചകോടി, ആദ്യ ഇന്ത്യ മധ്യേഷ്യ ഉച്ചകോടി, SCO ഉച്ചകോടി, ബിംസ്റ്റെക് ബിസിനസ് ഉച്ചകോടി. നൽകിയിരിക്കുന്ന 4 പ്രസ്താവനകൾ പരിഗണിച്ച് നൽകിയിരിക്കുന്ന ഓപ്ഷനുകളിൽ നിന്ന് ശരിയായ ഉത്തരം തിരഞ്ഞെടുക്കുക. ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ വിദേശകാര്യ മന്ത്രാലയത്തിലെ ഡിവിഷനുകൾ ഏതൊക്കെയാണ്? ഓപ്ഷൻ ബി 2ഉം 4ഉം മാത്രം. ഇന്തോ പസഫിക്, യുറേഷ്യ. ലിസ്റ്റ് 1 ലിസ്റ്റ് 2മായി യോജിപ്പിച്ച് നൽകിയിരിക്കുന്ന ഓപ്ഷനുകളിൽ നിന്ന് ശരിയായ ഉത്തരം തിരഞ്ഞെടുക്കുക. ലിസ്റ്റ് 1 ആയുധ നിയന്ത്രണ ഗ്രൂപ്പ് കൺവെൻഷൻ. ലിസ്റ്റ് 2 ഇന്ത്യ. ഓപ്ഷൻ എ A2, B3, C4, D1 അഴിമതിക്കെതിരായ UN കൺവെൻഷൻ 2011 അംഗീകരിച്ചു. മിസൈൽ ടെക്നോളജി കൺട്രോൾ റെജിം 2016 ചേർന്നു. വികലാംഗരുടെ അവകാശങ്ങളെക്കുറിച്ചുള്ള കൺവെൻഷനുകൾ 2007 അംഗീകരിച്ചു. ഓസ്ട്രേലിയ ഗ്രൂപ്പ് 2018 ചേർന്നു. താഴെ പറയുന്ന ട്രൈബ്യൂണലുകൾ പരിഗണിക്കുക. പറഞ്ഞതുമായി ബന്ധപ്പെട്ട് ഇനി പറയുന്നവയിൽ ഏതാണ് ശരി? ഓപ്ഷൻ സി അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലുകൾ പ്രത്യേക ട്രൈബ്യൂണലുകളാണ്. എന്നാൽ എല്ലാ പ്രത്യേക ട്രൈബ്യൂണലുകളും അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലുകൾ അല്ല. താഴെ പറയുന്നവയിൽ ഏതാണ് ശരി? ഓപ്ഷൻ ഡി എയും സിയും. തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അർദ്ധ ജുഡീഷ്യൽ അധികാരമുള്ള ഒരു ഭരണഘടനാ സ്ഥാപനമാണ്. ദേശീയ വനിതാ കമ്മീഷൻ ഒരു നിയമാനുസൃത സ്ഥാപനമാണ്. താഴെ പറയുന്നവയിൽ ഏതാണ് ലിംഗഭേദമില്ലാത്ത നിയമം? ഓപ്ഷൻ എ ലൈംഗിക കുറ്റകൃത്യങ്ങളിൽ നിന്നുള്ള കുട്ടികളുടെ സംരക്ഷണ നിയമം 2012. താഴെ പറയുന്ന കാര്യങ്ങൾ പരിഗണിക്കുക. മുകളിൽ പറഞ്ഞ ഘടകങ്ങളുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരി? ഓപ്ഷൻ ഡി എയും സിയും. ബലാത്സംഗ ലൈംഗികാതിക്രമ കേസുകളിൽ നടത്തുന്ന ഈ പരിശോധന സുപ്രീം കോടതി ഭരണഘടനാ വിരുദ്ധമാണെന്ന് പ്രഖ്യാപിച്ചു. ഇന്ത്യൻ ക്രിമിനൽ നിയമം സ്ത്രീകളെ ഭർത്താവിൻ്റെ സ്വത്തായി അംഗീകരിക്കുന്നില്ല. താഴെ പറയുന്ന നിയമനിർമ്മാണങ്ങളിൽ ഏതാണ് പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്ക് വേണ്ടി ഉള്ളത്? ഓപ്ഷൻ ഡി മുകളിൽ പറഞ്ഞിരിക്കുന്നവയെല്ലാം. പട്ടികജാതി പട്ടികവർഗ നിയമം 1989, വനാവകാശ നിയമം 2006, പൗരാവകാശ സംരക്ഷണ നിയമം 1955.
ഭരണഘടനാ ഭേദഗതികളെ സംബന്ധിച്ച പ്രസ്താവനകളിൽ ഏതാണ് ശരി? ഓപ്ഷൻ ഡി, മുകളിൽ പറഞ്ഞിരിക്കുന്നവയെല്ലാം. ഭരണഘടനാ ഭേദഗതികൾ ഭരണഘടനാപരമായ അധികാരത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് വരുത്തുന്നത്. ഭരണഘടനയുടെ ആർട്ടിക്കിൾ 368 പ്രകാരം ഭരണഘടനാ ഭേദഗതികൾ അധികാരത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് വരുത്തുന്നത്. ഭരണഘടനയുടെ ആർട്ടിക്കിൾ 13 പ്രകാരം ഭരണഘടനാ ഭേദഗതികൾ നിയമമല്ല. പ്രസ്താവനകൾ പരിഗണിക്കുക. മുകളിൽ പറഞ്ഞ പ്രസ്താവനകൾ വിശകലനം ചെയ്ത് പൊതുതാൽപര്യ വ്യവഹാരവുമായി ബന്ധപ്പെട്ട് ഇനി പറയുന്ന പരസ്പര ബന്ധങ്ങളിൽ ഏതാണ് തെറ്റെന്ന് കണ്ടെത്തുക. ഓപ്ഷൻ സി, ഏതൊരു വ്യക്തിക്കും അതിൽ താൽപ്പര്യം പരിഗണിക്കാതെ പൊതു താൽപ്പര്യ വ്യവഹാരം ഫയൽ ചെയ്യാൻ കഴിയുമെന്ന പ്രസ്താവനയാണ് തെറ്റായത്. ഭരണഘടനാ പ്രകാരം അടിയന്തരാവസ്ഥയുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് തെറ്റ്? ഓപ്ഷൻ ബി, അടിയന്തരാവസ്ഥ സമയത്ത് എല്ലാ മൗലികാവകാശങ്ങളും നടപ്പിലാക്കുന്നതിനുള്ള ഭരണഘടനാ പരിഹാരങ്ങൾക്കുള്ള അവകാശം താൽക്കാലികമായി നിർത്തിവെക്കുന്നു എന്ന പ്രസ്താവനയാണ് തെറ്റായത്. മൗലികാവകാശങ്ങളെക്കുറിച്ചുള്ള ഇനി പറയുന്ന പ്രസ്താവനകൾ പരിഗണിക്കുക. മുകളിൽ പറഞ്ഞ പ്രസ്താവനകളിൽ ഏതാണ് ശരി? ഓപ്ഷൻ സി 2, 3, 5. ഭരണഘടനയുടെ 3-ാം ഭാഗത്തിൽ സ്വയം നിർവഹണപരവും നിർവഹണപരമല്ലാത്തതുമായ മൗലികാവകാശങ്ങൾ അടങ്ങിയിരിക്കുന്നു. 3-ാം ഭാഗത്തിലെ വ്യവസ്ഥകൾ പരസ്പരം വേർപെടുത്തുന്നവയല്ലെന്നും സംയോജിത സമ്പൂർണ്ണതയുടെ ഭാഗമാണെന്നും മേനകാ ഗാന്ധി കേസിൽ സുപ്രീം കോടതി അഭിപ്രായപ്പെട്ടു. ആർട്ടിക്കിൾ 20ഉം 21ഉം ഒഴികെയുള്ള അടിയന്തരാവസ്ഥ സമയത്ത് മൗലികാവകാശങ്ങൾ താൽക്കാലികമായി നിർത്തിവെക്കാൻ ഇന്ത്യൻ പ്രസിഡന്റിന് അധികാരമുണ്ട്. വാദം എ, ഭരണഘടനയുടെ ഭാഗം 3ഉം 4ഉം ഭരണഘടനയുടെ മനസാക്ഷിയായി കണക്കാക്കപ്പെടുന്നു. കാരണം ഭാഗം 4-ൽ അടങ്ങിയിരിക്കുന്ന തത്വങ്ങൾ ധാർമ്മിക പ്രമാണങ്ങളാണ്. അവ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 37 പ്രകാരം നടപ്പിലാക്കാൻ കഴിയും. ശരിയായ ഉത്തരക്കോഡ് തിരഞ്ഞെടുക്കുക. ഓപ്ഷൻ ബി, എ ശരിയാണ്, പക്ഷേ തെറ്റാണ്. വാദം എ, ഈ രാജ്യത്തെ ജനങ്ങൾ പലതരത്തിൽ വ്യത്യസ്തരായിരുന്നെങ്കിലും ഒരു പൊതു പൈതൃകത്തിലും സംയുക്ത സംസ്കാരത്തിലും പങ്കാളികളായി തങ്ങളെ തന്നെ കണക്കാക്കുന്നതിൽ അവരെല്ലാം അഭിമാനിക്കുന്നു. കാരണം ഇന്ത്യയുടെ സംയുക്ത സംസ്കാരത്തിൻ്റെ അടിസ്ഥാനം ഇന്ത്യയിലെ ഏറ്റവും വലിയ ശക്തിയായ സംസ്കൃത ഭാഷയും സംസ്കാരവുമാണ്. ശരിയായ ഉത്തരക്കോഡ് തിരഞ്ഞെടുക്കുക. ഓപ്ഷൻ എയും 6ഉം ശരിയാണ്. എയുടെ ശരിയായ വിശദീകരണമാണ്. ശരിയായ ഉത്തരക്കോഡ് ഉപയോഗിച്ച് ഇനി പറയുന്നതുമായി പൊരുത്തപ്പെടുത്തുക. ആർട്ടിക്കിൾ 21-ൽ ഉൾപ്പെടുത്തിയിട്ടുള്ള മൗലികാവകാശങ്ങൾ പ്രചരിപ്പിച്ചത്. ഓപ്ഷൻ സി 1A, 2C, 3D, 4B. പ്രായമായവരുടെ അവകാശം അശ്വനി കുമാർ വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ. ഒരു പുസ്തകം പ്രസിദ്ധീകരിക്കാനുള്ള അവകാശം മഹാരാഷ്ട്ര സംസ്ഥാനം വേഴ്സസ് പ്രഭാകർ പാണ്ഡുരംഗ് സാങ്സ്ഗിർ. മറക്കപ്പെടാനുള്ള അവകാശം നികുഞ്ച് ടോഡി വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ. ഗർഭഛിദ്രത്തിനുള്ള അവകാശം മീര സന്തോഷ് പാൽ വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ. നിയമവാഴ്ചയുടെ തത്വത്തെക്കുറിച്ച് ഇനി പറയുന്ന പ്രസ്താവനകൾ പരിഗണിക്കുക. നൽകിയിട്ടുള്ള പ്രസ്താവനകളിൽ ഏതാണ് ശരി? ഓപ്ഷൻ ഡി 1ഉം 4ഉം മാത്രം. ഇത് മനുഷ്യ നാഗരികതയുടെയും സംസ്കാരത്തിൻ്റെയും പരമോന്നത പ്രകടനമാണ്. സ്വാതന്ത്ര്യം, സമത്വം, വിവേചനമില്ലായ്മ, സാഹോദര്യം, ഉത്തരവാദിത്തം, ഏകപക്ഷീയത ഇല്ലായ്മ എന്നീ തത്വങ്ങളെ അടിസ്ഥാനമാക്കിയുള്ളതാണ് ഇത്. വാദം എ, ഡ്രോയിറ്റ് അഡ്മിനിസ്ട്രേറ്റീവ് എന്നത് ഫ്രഞ്ച് പാർലമെൻറ്റ് നിർദ്ദേശിച്ച തത്വങ്ങളെയും നിയമങ്ങളെയും പ്രതിനിധീകരിക്കുന്നു. തത്വങ്ങളും നിയമങ്ങളും അഡ്മിനിസ്ട്രേറ്റീവ് കോടതികളിലെ ജഡ്ജിമാരാണ് വികസിപ്പിച്ചെടുത്തത്. ശരിയായ ഉത്തരക്കോഡ് തിരഞ്ഞെടുക്കുക. ഓപ്ഷൻ സി എ തെറ്റാണ്, പക്ഷേ ശരിയാണ്. അടുത്തതായി മാത്സ് ചോദ്യങ്ങൾ ഉത്തരങ്ങൾ നോക്കാം. 71. ഓപ്ഷൻ ബി 21 വയസ്സ്. 72. ഓപ്ഷൻ എ 25. 73. ഓപ്ഷൻ ഡി PQKVEGU. 74. ഓപ്ഷൻ ബി പി എന്നത് ടിയുടെ സഹോദരിയാണ്. 75. ഓപ്ഷൻ സി 1. 76. ഓപ്ഷൻ സി 95 മീറ്റർ. 77. ഓപ്ഷൻ എ 202.5 ഡിഗ്രി.
78, ഓപ്ഷൻ ഡി 99, 79, ഓപ്ഷൻ ബി 102.73 സെൻറ്റിമീറ്റർ സ്ക്വയർ, 80, ഓപ്ഷൻ ഡി അമിത് ഡൽഹിയിൽ താമസിക്കുന്നില്ല അല്ലെങ്കിൽ അമൻ മുംബൈയിൽ താമസിക്കുന്നു, 81, ഓപ്ഷൻ ബി 597, 82, ഓപ്ഷൻ എ 20, 83, ഓപ്ഷൻ സി 245 ഡിഗ്രി, 84, ഓപ്ഷൻ ഡി 310 രൂപ, 85, ഓപ്ഷൻ എ 500 രൂപ. അടുത്ത ചോദ്യം. പ്രസ്താവന: ഭൂമിയുടെ പുറം കാമ്പ് ദ്രാവകമാണ്, അതേസമയം അകക്കാമ്പ് ഖരമാണ്. കാരണം ഭൂമിയുടെ കേന്ദ്രത്തിലെ അപാരമായ മർദ്ദം ഉയർന്ന താപനില ഉണ്ടായിരുന്നിട്ടും അകക്കാമ്പിനെ ഖരാവസ്ഥയിലേക്ക് തള്ളിവിടുന്നു. താഴെ പറയുന്നവയിലേതാണ് ശരി? ഓപ്ഷൻ എ പ്രസ്താവനയും കാരണവും ശരിയാണ്. കാരണം പ്രസ്താവനയുടെ ശരിയായ വിശദീകരണമാണ്. നമ്മുടെ സൗരയൂഥത്തിലെ ഗ്രഹങ്ങളുടെ ഭ്രമണ സ്വഭാവ സവിശേഷതകളുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരി? ഓപ്ഷൻ ഡി 3ഉം 4ഉം മാത്രം. ശുക്രനും യുറാനസും ഒഴികെ എല്ലാ ഗ്രഹങ്ങളും ഒരേ എതിർ ക്ലോക്ക് വൈസിലുള്ള ദിശയിലാണ് കറങ്ങുന്നത്. എല്ലാ ഗ്രഹങ്ങളുടെയും ഭ്രമണപഥങ്ങൾ സൂര്യൻ്റെ മധ്യരേഖയിലൂടെ കടന്നു പോകുന്ന ഒരേ തലത്തിന് അടുത്താണ് സ്ഥിതി ചെയ്യുന്നത്. അന്തരീക്ഷത്തിലെ ഇനി പറയുന്ന ഘടകങ്ങളെ ഏറ്റവും സമൃദ്ധമായതിൽ നിന്ന് ഏറ്റവും കുറഞ്ഞ സമൃദ്ധിയിലേക്കുള്ള ക്രമത്തിൽ ക്രമീകരിക്കുക. ഓപ്ഷൻ എ 2, 4, 1, 3. നൈട്രജൻ, ഓക്സിജൻ, ആർഗൺ, കാർബൺ ഡൈ ഓക്സൈഡ്. വായുപിണ്ഡ സ്ഥിരതയെക്കുറിച്ചുള്ള അതിൻ്റെ വിവരണവുമായി പദം പൊരുത്തപ്പെടുത്തുക. ഓപ്ഷൻ എ 1A, 2B, 3C. സ്ഥിരതയുള്ള വായുപിണ്ഡം ലംബചലനത്തെ പ്രതിരോധിക്കുന്ന വായു പാളികളായ മേഘങ്ങളിലേക്കും മിനുസമാർന്ന വായുവിലേക്കും നയിക്കുന്നു. അസ്ഥിരമായ വായുപിണ്ഡം ഇടിമിന്നലിലേക്കും പ്രക്ഷുബ്ധമായ വായുവിലേക്കും നയിക്കുന്ന ലംബചലനത്തെ പ്രോത്സാഹിപ്പിക്കുന്ന വായു. സ്വാഭാവിക അസ്ഥിരത അപൂരിത വായുവിന് സ്ഥിരതയുള്ളതും എന്നാൽ പൂരിതമാകുമ്പോൾ അസ്ഥിരമാകുന്നതുമായ വായു. പവിഴപ്പുറ്റുകളുടെ ബ്ലീച്ചിങ് പ്രക്രിയയിൽ താഴെ പറയുന്ന ഘട്ടങ്ങൾ ക്രമീകരിക്കുക. ഓപ്ഷൻ സി 2, 1, 4, 3. ജലത്തിൻ്റെ താപനില വർദ്ധിക്കുന്നു. പവിഴപ്പുറ്റുകൾ അവയുടെ സഹജീവി ആൽഗകളെ പുറന്തള്ളുന്നു. പ്രകാശ സംശ്ലേഷണ പ്രവർത്തനം കുറയുന്നു. പവിഴപ്പുറ്റുകൾക്ക് നിറം നഷ്ടപ്പെടുകയും സമ്മർദ്ദം അനുഭവപ്പെടുകയും ചെയ്യുന്നു. വാദം എ. ആഴക്കടൽ കിടങ്ങുകളുടെ രൂപീകരണത്തിന് എപ്പൈറോജനിക് ചലനങ്ങൾ കാരണമാകുന്നു. കാരണം ആർ. എപ്പൈറോജനിസിൽ പാറ പാളികൾക്ക് പ്രാദേശികവൽക്കരിക്കുകയും തീവ്രവുമായ മടക്കുകളും വിള്ളലുകളും ഉൾപ്പെടുത്തുന്നു. താഴെ പറയുന്നവയിലേതാണ് ശരി? ഓപ്ഷൻ ഡി തെറ്റാണ്, പക്ഷേ ആർ ശരിയാണ്. അഗ്നിപർവ്വത ഘടകത്തെ പ്രവർത്തനവുമായി പൊരുത്തപ്പെടുത്തുക. ഘടകം പ്രവർത്തനം. ഓപ്ഷൻ ബി 1B, 2A, 3C. മാഗ്മ ചേംബർ ഉപരിതലത്തിനിടയിൽ ഉരുകിയ പാറയുടെ സംഭരണം. കുഴൽ. മാഗ്മ ഉയരുന്നതിനുള്ള പാത. വെൻറ്റ്. അഗ്നിപർവ്വത വാതകങ്ങളും വസ്തുക്കളും പുറത്തേക്ക് പോകുന്ന ദ്വാരം. വടക്കൻ അർദ്ധഗോളത്തിലെ ഒരു താഴ്ന്ന മർദ്ദകേന്ദ്രത്തിന് ചുറ്റും ഉപരിതലക്കാറ്റ്. ഓപ്ഷൻ ബി എതിർ ഘടികാര ദിശയിൽ സഞ്ചരിക്കുകയും ഒത്തുചേരുകയും ചെയ്യുന്നു. വെള്ളത്തിനടിയിലുള്ള ഭൂകമ്പത്തിൻ്റെ ഏത് സ്വഭാവമാണ് സുനാമിക്ക് കാരണമാകുന്നത്? ഓപ്ഷൻ ബി സമുദ്രത്തിൻ്റെ അടിത്തട്ടിൻ്റെ ആഴവും ലംബസ്ഥാന ചലനവും. താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് അവശിഷ്ട പ്രവാഹത്തെ കൃത്യമായി വിവരിക്കുന്നത്? ഓപ്ഷൻ സി വെള്ളം, പാറ, മണ്ണ്, ജൈവ അവശിഷ്ടങ്ങൾ എന്നിവയുടെ മിശ്രിതത്തിൻ്റെ ദ്രുതവും ദ്രാവകവുമായ ചലനം പോലെയാണിത്. താഴെ പറയുന്നവയിൽ ഏതാണ് ഒരു നദിയുടെ മുകൾ ഭാഗത്തോ പർവ്വതനിരയിലോ വികസിപ്പിച്ചെടുത്ത ഭൗതിക സവിശേഷതകൾ? ഓപ്ഷൻ ബി വി ആകൃതിയിലുള്ള താഴ്വരയും ഗോർജുകളും.
താഴെ പറയുന്നവയിലേതാണ് സാംസ്കാരിക പിന്നോക്കാവസ്ഥയ്ക്ക് കാരണമാകാത്തത്? ഓപ്ഷൻ ഡി വർദ്ധിച്ച വിദ്യാഭ്യാസവും അവബോധവും. ലിസ്റ്റ് 1നെ ലിസ്റ്റ് 2മായി യോജിപ്പിച്ച് താഴെ കൊടുത്തിരിക്കുന്ന കോഡുകളിൽ നിന്ന് ശരിയായ ഉത്തരം തിരഞ്ഞെടുക്കുക. ലിസ്റ്റ് 1 ഗോത്രങ്ങൾ, ലിസ്റ്റ് 2 സംസ്ഥാനങ്ങൾ. ഓപ്ഷൻ എ A3, P4, C1, D2. സോളികകൾ കർണാടക, കോളിസ് മഹാരാഷ്ട്ര, കുറുമ്പകൾ കേരളം, ബൈഗാസ് മധ്യപ്രദേശ്. ട്രോപ്പോസ്ഫിയർ താപനിലയിലെ കുറവ് എന്ന പദം ഇനി പറയുന്നവയെ സൂചിപ്പിക്കുന്നു. ഓപ്ഷൻ സി ലാപ്സ് നിരക്ക്. ഭൂമധ്യരേഖ താഴ്ന്ന പ്രദേശങ്ങൾക്കും ഉപ ഉഷ്ണമേഖല ഉയർന്ന പ്രദേശങ്ങൾക്കും ഇടയിൽ സഞ്ചരിക്കുന്ന ഗ്രഹവാതകങ്ങളെ അറിയപ്പെടുന്നത്? ഓപ്ഷൻ ഡി വ്യാപാര കാറ്റുകൾ. മേൽപ്പറഞ്ഞ ഉത്തരങ്ങളെല്ലാം തന്നെ കേരള PSCയുടെ പ്രൊവിഷണൽ ആൻസർ കീ പ്രകാരമുള്ള ഉത്തരങ്ങളാണ്. ഉത്തരങ്ങളിൽ മാറ്റമുണ്ടെങ്കിൽ PSC അത് ഫൈനൽ ആൻസർ കീയിലൂടെ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.